Hi friends, Meenu's Malayalamvlogലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ബീഫ് കീമ റോസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം ബീഫ് കീമ റോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു 3 സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞത്, ഒരു 5 അല്ലി വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 4-5 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത്, പിന്നെ പൊടികൾ വേണം, അത് ഞാൻ പറയാം. പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങയാണ്, ചെറുതായിട്ട് അരിഞ്ഞ തേങ്ങ. പിന്നെ പൊടികൾ ഞാൻ ചേർക്കുന്ന സമയത്ത് പറയാം എന്തോരമാണ് ഞാൻ ചേർക്കുന്നതെന്ന്. പിന്നെ വേണ്ടത് കറിവേപ്പില, നാരങ്ങയുടെ നീര്, ഒരു പകുതി നാരങ്ങയുടെ നീര്. ഇപ്പം ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരുമ്പം നമുക്കിതിലേക്ക് ജീരകം ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ ഒരു ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജീരകം കുറച്ച് കൂടുതലിട്ടാലും കുഴപ്പമില്ല, നല്ല മുരിഞ്ഞ് വരുമ്പോൾ റോസ്റ്റ് ആയി കഴിയുമ്പോൾ അതിൻ്റെ കൂടെ കടിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് ഒന്ന് മൂത്ത് വന്ന ശേഷമാണ് നമ്മൾ സവാള ഇട്ട് കൊടുക്കത്തുള്ളൂ. ഇപ്പോൾ ഇതാ ഇഞ്ചി വെളുത്തുള്ളി കളറൊക്കെ മാറി നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് അതിൽ ശകലം ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ സവാള പെട്ടെന്ന് തന്നെ നന്നായിട്ട് ബ്രൗൺ കളറായി വരും. നന്നായി ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം. നമ്മളിതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഒരു നല്ല ബ്രൗൺ നിറം ആവുന്നോടം വരെ വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. നന്നായിട്ട് വഴണ്ട് നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് വരണം, അതുവരെ ഇളക്കി കൊടുക്കണം. ഇത് ചെറിയ ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ് അടച്ചു വയ്ക്കാം. നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കാൻ പോവാണ്. ബീഫ് കീമയാണ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്.
ഇപ്പോൾ ബീഫ് ഇത് ചെറിയ മറ്റേ സാധാരണ ബീഫ് പോലെയല്ല, ഇത് ചെറിയ ചെറിയ പീസായതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. സാധാരണ നമ്മൾ ബീഫ് വേവിക്കുന്നതിൻ്റെ പകുതി സമയം മതി. പിന്നെ നമ്മൾ നന്നായിട്ട് ഉടച്ച്, ഇതിപ്പോൾ ചെറിയ കട്ടയായിട്ടാണ് ഇരിക്കുന്നത്, ഫ്രിഡ്ജിൽ നിന്ന് എടുക്കണതാണ് നമ്മൾ. അപ്പോൾ നന്നായിട്ട് ഉടച്ച് ഇതിൻ്റെ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. ചെറിയ ചെറിയ പീസസ് ആയിട്ട് വരും അന്നേരം, അല്ലെങ്കിൽ ഇങ്ങനെ കട്ടയായിട്ടിരിക്കും. വെന്താലും അതങ്ങനെ തന്നെ കട്ടയായിട്ടിരിക്കും. അപ്പം നമ്മളിത് വേവിക്കാൻ വേണ്ടി അടച്ചു വയ്ക്കുന്നതിന് മുമ്പ് തന്നെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ചെറിയ പീസസ്സായിട്ട് തവി കൊണ്ട് നന്നായിട്ട് തന്നെ ഇങ്ങനെയൊക്കെ തവി കൊണ്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ നന്നായിട്ട് ഉടഞ്ഞ് മിക്സായി വരും. ഇനിയിപ്പോൾ നമ്മൾ ഒരു 5 മിനിറ്റ് ഇത് അടച്ചു വെച്ച് വേവിക്കാൻ പോവാണ്. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ തുറന്ന് നോക്കുമ്പോൾ കുറച്ച് വെള്ളം പോലെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇത് വെള്ളം ഒന്ന് വറ്റി വരണം. അപ്പോൾ നമുക്കിത് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ആദ്യം നമ്മളിത് വഴറ്റിയപ്പം സവാളയൊക്കെ വഴറ്റിയപ്പോൾ ഉപ്പ് ഇട്ടിരുന്നു. അപ്പോൾ അത് നോക്കിയിട്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമ്മളിതൊരു 5 മിനിറ്റും കൂടി അടച്ചു വെച്ച് ചെറിയ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കണം. ഇപ്പോൾ ഓൾറെഡി വെന്തിട്ടുണ്ട്, പക്ഷേ ഒന്നും കൂടി വെള്ളമൊക്കെ ഒന്ന് വറ്റി റോസ്റ്റായി വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് തുറന്നു നോക്കാം. ഇത് എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നിങ്ങൾക്ക് ഒന്നും കൂടി റോസ്റ്റായി വരണം, കുറച്ചും കൂടി ഒന്ന് റോസ്റ്റ് ആവണമെങ്കിൽ, കളർ ഒന്നുകൂടി ഒന്ന് മാറി വരണമെങ്കിൽ നമുക്ക് ഒരു 2 മിനിറ്റും കൂടി ഇത് അടച്ചു വെച്ച് ചെറിയ ഫ്ലെയിമിൽ അടച്ചു വയ്ക്കാം. ജസ്റ്റ് 2 മിനിറ്റ് മതി. അപ്പോൾ ഞാൻ 2 മിനിറ്റും കൂടി വച്ച ശേഷം തുറന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു 2 മിനിറ്റ് ഇങ്ങനെ തന്നെ വച്ച് അതിൻ്റെ എണ്ണയും വെള്ളമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് വറ്റിച്ചെടുക്കുന്നു റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാലയും പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. ആദ്യം നമ്മൾ പൊടികളൊക്കെ ചേർക്കുന്ന കൂട്ടത്തിലല്ല, അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ ഇത് വെന്ത് കഴിഞ്ഞ് നമ്മളിവിടുന്ന് മാറ്റുന്നതിന് ഒരു 2 മിനിറ്റ് മുമ്പ് ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ കുറച്ച് നേരം ഇളക്കി കൊടുക്കുമ്പോൾ നല്ല റോസ്റ്റായി വരും. അതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം ഒരു 1 മിനിറ്റും കൂടെ നന്നായി ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. മുകളിൽ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ ബീഫ് കീമ റോസ്റ്റ് റെഡിയാണ്. ഇത് വളരെ ടേസ്റ്റിയാണ്. ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം, ചോറിൻ്റെ കൂടെയും കഴിക്കാം. പക്ഷേ ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് തോന്നുന്നു ഈ ബീഫ് കീമ റോസ്റ്റ്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആ ബെല്ലൈക്കണിൽ ഒന്ന് പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് വീണ്ടും ഒരു റെസിപ്പിയുമായി കാണാം. ബൈ ബൈ.